Hi, hello, and welcome to a new episode of Live by IAS Factor. First question like move ചെയ്യാം. Which of these statements about FASTag is or are correct? FASTag എന്ന് പറയുന്ന സംഭവത്തെ എന്താണെന്ന് നമുക്ക് പലർക്കും അറിയാം. ഒരുപാട് ഈയിടെയായിട്ട് ന്യൂസിൽ പല കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. സോ അതിന്റെ ബേസിക്സിനെ കുറിച്ച് വെച്ചിട്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വാസ് FASTag ഈസ് വെഹിക്കിൾ സ്പെസിഫിക്. അത് പലർക്കും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാം. സോ അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകൂ. ഫാസ്ടാഗ് ക്യാൻ ഓൺലി ബി പർച്ചേസ്ഡ് ഫ്രം നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സി, ഇത് നമുക്ക് ഒബ്സർവേഷനിൽ കൂടെ ശരിയാണോ തെറ്റാണോ എന്ന് പറയാനൊക്കും. കാരണം എന്താണ്? ഇവിടെ പറയുന്നു NPCIയിൽ നിന്ന് മാത്രമേ ഫാസ്ടാഗുകൾ മേടിക്കാനൊക്കെ ഉള്ളൂ. സി, നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു ടോൾ ബൂത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ, ടോൾ ബൂത്തിനൊക്കെ മുൻപായിട്ടും ടോൾ ബൂത്തിന് ശേഷമൊക്കെ ഇങ്ങനെ മറ്റേ കൊടയൊക്കെ, വലിയ കൊടയൊക്കെ വെച്ചിട്ട് ഒരുപാട് ബാങ്കിന്റെ പ്രതിനിധികൾ ഫാസ്ടാഗ് സെല് ചെയ്യാനിരിക്കുന്നത് നമുക്ക് കാണാം. അത് പേയ്മെന്റ്സ് ബാങ്കിന്റെ ആളുകളുണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഉണ്ട്, അല്ലാത്ത പ്രൈവറ്റ് ബാങ്കിന്റെ ഒക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഫാസ്ടാഗ് പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നും അല്ല, പ്രൈവറ്റ് അല്ലേ, എല്ലാ ബാങ്കുകളും സെല്ല് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ടു ഈസ് റോങ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഫാസ്ടാഗ് ക്യാൻ ബി യൂസ് ടു മേക്ക് പേയ്മെന്റ്സ് ഫോർ പാർക്കിംഗ് ഫീസ് ഇൻ പ്രൈവറ്റ് ഫെസിലിറ്റീസ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഇടങ്ങളിൽ ഫാസ്ടാഗ് ഉപയോഗിച്ച് പാർക്കിംഗ് ഫീസ് കൊടുക്കാൻ പറ്റും. സി, നിങ്ങൾ പല ഷോപ്പിംഗ് മാളുകളിലും എസ്പെഷ്യലി ലുലുവിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഫാസ്ടാഗ് വഴി പാർക്കിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഫാസ്ടാഗ് വഴി മാത്രമായിട്ട് ടോൾ പേ ചെയ്യാനായിട്ട് ഒരു ലൈൻ സെപ്പറേറ്റ് ഉണ്ട് അല്ലേ? ആ, അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ലുലു പോലൊക്കെ ഒരു പ്രൈവറ്റ് ഫെസിലിറ്റിയിലും നമുക്ക് ഫാസ്ടാഗ് യൂസ് ചെയ്യാം. സോ ടു റോങ് ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത്, ഈ മൂന്നെണ്ണവും പോയി, ബാക്കി 1 and 3 ആർ റൈറ്റ്. അപ്പൊ 1ഉം റൈറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നല്ലോ. ആ, ഫാസ്ടാഗ് എന്ന് പറയുന്നത് വെഹിക്കിൾ സ്പെസിഫിക് ആണ്. അതായത് ഒരു വെഹിക്കിളിനായിട്ട് അലോട്ട് ചെയ്യുകയാണ്. അത് മറ്റൊരു വെഹിക്കിളിനായിട്ട് യൂസ് ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, കാറിന്റെ ഒക്കെ വിൻഡ് ഷീൽഡിലാണ് ഇത് ഒട്ടിച്ചു വെക്കേണ്ടത്. അത് ആ കാറിന്റെ നമ്പർ വെച്ചിട്ടാണ് അത് ആ ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്യുന്നത്. അത് മറ്റൊരു വെഹിക്കിളിൽ യൂസ് ചെയ്തുകൂടാ. അതാണ് ഫാസ്ടാഗ് ഈസ് വെഹിക്കിൾ സ്പെസിഫിക് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒന്നും അല്ല, പകരം ബാങ്കുകളാണ്. നിങ്ങൾ അങ്ങനത്തെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളാണ് എന്ത്, ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്യുന്നത്. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. മനസ്സിലായില്ലേ? ഈ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥാപനമാണ് NPCI എന്ന് പറയുന്നത്. ഒരു ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്യുന്നില്ല. ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Consider the following statements. Maritime State Development Council established as a statutory body focused on the integrated development of maritime sector in India. അപ്പോൾ മാരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിലിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ലോജിക്കലി ക്രാക്ക് ചെയ്യാനായിട്ട് അതിനകത്തൊന്നുമില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകുന്നു. ഇന്ത്യൻ പോർട്സ് ആക്ട് ദാറ്റ് റെഗുലേറ്റ്സ് നോൺ മേജർ പോർട്സ് ഇൻ ഇന്ത്യ വാസ് ദി ഫസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യമായി പാസ്സാക്കുന്ന ആക്ട് ആണ് ഇന്ത്യൻ പോർട്സ് ആക്ട് എന്ന് പറയുന്നു. അതും ഗസ് ചെയ്യാനായിട്ട് വലിയ സ്കോപ്പ് ഒന്നുമില്ല, അവിടെ ഇരിക്കട്ടെ. മൂന്നാമത്, ദി നോൺ മേജർ പോർട്സ് ആർ അണ്ടർ ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് മാരിടൈം ബോർഡ്സ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. സി, അത് നമ്മൾക്ക് ഏറെക്കുറെ ക്രാക്ക് ചെയ്യാം. കാരണം നോൺ മേജർ ആയിട്ടുള്ള പോർട്ടുകളുടെ ജൂറിസ്ഡിക്ഷൻ സ്റ്റേറ്റ് മാരിടൈം ബോർഡിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ആയിരിക്കും എന്ന് പറയുന്നു. സി, നമുക്ക് തന്നെ ഇവിടെ അറിയാം എന്താണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട് കേരള സർക്കാരിന്റെ മാനേജ്മെന്റിന് കീഴിൽ അല്ലെങ്കിൽ ആ ജൂറിസ്ഡിക്ഷന് കീഴിലായിട്ടാണ് വരുന്നത്. സോ തേർഡ് വണ് ട്രൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു മേജർ പോർട്ട് അല്ല, നോൺ മേജർ പോർട്ടാണ്. അതിന്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് കേരള സർക്കാരിന് കീഴിലുമാണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തേർഡ് വൺ ട്രൂ ആണ് എന്ന് നമുക്ക് എടുക്കാം. പക്ഷേ സ്റ്റിൽ എന്താണ്, നമുക്ക് ആൻസറിലേക്ക് എത്താൻ ഒക്കുന്നില്ല. സോ ഇങ്ങനത്തെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ബിക്കോസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലൊക്കെ നോക്കുകയാണെങ്കിൽ മാരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബട്ട് നോട്ട്, ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടല്ല എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടല്ല എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ച് അഡ്വൈസറി പവർ മാത്രമുള്ള ഒരു സെപ്പറേറ്റ് ബോഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പുതിയ നിയമം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇതിനെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള
ഒരു ബോഡി ആക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടല്ല എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. രണ്ടാമത്തെ നോക്കുക, ഇന്ത്യൻ പോർട്സ് ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആക്ട് ആണ്, അല്ലാതെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിലെ ആദ്യത്തെ ആക്ട് ഒന്നും അല്ല. സോ ദാറ്റ് മീൻസ് 3 only ഈസ് ദി റൈറ്റ് ആൻസർ. 1 തെറ്റാണ്, 2 തെറ്റാണ്, 3 ശരിയാണ്. മാരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിൽ ഈസ് ആൻ അപ്പെക്സ് അഡ്വൈസറി ബോഡി ഇൻ ഇന്ത്യ ഫോക്കസ്ഡ് ഓൺ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് മാരിടൈം സെക്ടർ ഇൻ ഇന്ത്യ. 97 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അതായത് ബോത്ത് മേജർ പോർട്ടുകളുടെ നോൺ മേജർ പോർട്ടുകളുടെ ഒക്കെ ഗ്രോത്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്ത്, മാരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലൊക്കെ ഇന്ത്യൻ പോർട്സ് ആക്ട് വന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ഇതൊക്കെ ശ്രദ്ധിച്ചു നോക്കണം. പത്രത്തിൽ ഇത് എവിടെയെന്ന് പലരും ഇപ്പോൾ സംശയിക്കുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, പത്രത്തിന് ന്യൂസിനകത്തേക്ക് വായിച്ചു പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ മാരിടൈം സെക്ടർ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, കാരണം റീസെന്റ് ആയിട്ട് പോർട്ട് ലെഡ് ഡെവലപ്മെന്റ്, പോർട്ട് ഡെവലപ്മെന്റ് തുടങ്ങിയതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂസിൽ വരുന്നത് കൊണ്ട്. നോക്കൂ, മറ്റൊരെണ്ണം ഗ്രേ മാർക്കറ്റിനെ കുറിച്ചാണ്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ എസ്പെഷ്യലി സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ തന്നെ ഹോട്ട് ടോപ്പിക് ആണ് റൈറ്റ് നൗ UPSC സംബന്ധിച്ച്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന വളരെ ചോദ്യം ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ടേമാണ് ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഗ്രേ മാർക്കറ്റ് ഇസ് ആൻ ഇല്ലീഗൽ മാർക്കറ്റ് വെയർ ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റീസ് ആർ ട്രേഡ് ടു അവോയ്ഡ് ടാക്സസ്. ടാക്സസ് ഒഴിവാക്കാൻ വേണ്ടി ഇല്ലീഗലായിട്ട് നടത്തുന്ന ഒരു മാർക്കറ്റാണ് ഗ്രേ മാർക്കറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലെങ്കിലും ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് വായിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക്, അത് IPO ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുമായിട്ട് ന്യൂസ് വായിച്ച് ഒരിക്കലെങ്കിലും ന്യൂസിൽ ഈ ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്ന ടേം കണ്ടിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇത് ഇന്ത്യയിൽ ഇന്നും നിലവിലുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ഇല്ലീഗൽ ആണെങ്കിൽ എന്താണ്, എന്തായാലും ഇന്ത്യയിൽ പിടിക്കപ്പെട്ടേനെവല്ലോ. അപ്പോൾ ഇത് തെറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്ത് വേണം ഇവിടെ, ന്യൂസ് പേപ്പറിന്റെ ഒരു ചെറിയ ഒരു ബോധമെങ്കിലും ഉള്ള ആൾക്കേ അത് എലിമിനേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. സോ ഗ്രേ മാർക്കറ്റ് ഒരു ഇല്ലീഗൽ മാർക്കറ്റ് ആണ്, പ്രത്യേകിച്ച് ടാക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ഇല്ലീഗൽ മാർക്കറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു ബേസിക് നോളജ്, ബേസിക് പത്രം വായിക്കുന്ന ഒരു വ്യക്തി അത് എലിമിനേറ്റ് ചെയ്തിരിക്കണം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് IPO, ഗ്രേ മാർക്കറ്റ് ഈസ് ആൻ അൺഒഫീഷ്യൽ പ്ലാറ്റ്ഫോം ഫോർ ട്രേഡിംഗ് ഷെയർസ് ബിഫോർ ദേ ആർ ഒഫീഷ്യലി ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഞാൻ പറഞ്ഞു, IPOയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് വായിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കിട്ടും. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റൈറ്റ്. മനസ്സിലായി? അതായത് IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അതായത് ഒരു കമ്പനി ആദ്യമായിട്ട് അവരുടെ ഷെയർ പബ്ലിക്കിലേക്ക് സെല്ല് ചെയ്യാൻ വരുന്ന പ്രൊസീജിയറിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് വിളിക്കുന്നത്. ആ പബ്ലിക് ഓഫറിംഗ് നടക്കുന്നതിന് മുൻപ് കമ്പനിയുടെ ഷെയറുകൾ ഒരു അൺഒഫീഷ്യൽ പ്ലാറ്റ്ഫോം, അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലീഗൽ എന്നല്ല പറയുന്നത്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അൺഒഫീഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഷെയർ സെല്ല് ചെയ്യാറുണ്ട്. ആ മാർക്കറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ഗ്രേ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്ന സംവിധാനം. അതായത് ഒരു കമ്പനി ആദ്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തുന്നതിന് മുൻപ് അവരുടെ ഷെയറുകൾ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ, ഓവർ ദി കൗണ്ടർ പോലൊക്കെ അൺഒഫീഷ്യൽ ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ സെല്ല് ചെയ്യുമ്പോൾ ആ മാർക്കറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗ്രേ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. കാരണം അവിടെ സെബിയുടെ ഡയറക്റ്റ് റെഗുലേഷൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. സെബിയുടെ ഡയറക്റ്റ് റെഗുലേഷൻസ് ഇല്ല എന്ന് വെച്ചാൽ സെബിക്ക് ഔട്ട്സൈഡ് ആണ് എന്ന് പറയാനൊക്കത്തില്ല. സെബിയുടെ ഡയറക്റ്റ് റെഗുലേഷൻസ് ഇല്ല എന്നേ ഉള്ളൂ. സെബി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗ്രേ മാർക്കറ്റിലേക്ക് പല ഒരു റെഗുലേഷന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, തേർഡ് വൺ നോക്കൂ, ഗ്രേ മാർക്കറ്റ് പ്രൊഡക്ട്സ് ആർ ടിപ്പിക്കലി കൗണ്ടർ ഫീറ്റ് ഓർ സ്റ്റോളൻ ഗുഡ്സ് സോൾഡ് ത്രൂ അൺഓതറൈസ്ഡ് ചാനൽ. ശുദ്ധമായിട്ടുള്ള തെറ്റാണ്. ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തോ ബ്ലാക്ക് മാർക്കറ്റ് പോലൊക്കെ ഒരു സംഭവമായിട്ടാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതും തെറ്റാണ്. സോ ദാറ്റ് മേക്സ് 2 only is the right answer. അപ്പോൾ ഗ്രേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് ജനറലി ഔട്ട്സൈഡ് ദി ഡയറക്റ്റ് റെഗുലേഷൻ ഓഫ് സെബി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ഇനി തൊട്ട് ഗ്രേ മാർക്കറ്റ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിൽ കാണും, സ്ഥിരമുണ്ട് ഈ വാക്ക്. നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ്. ഇനി കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ലയൺ ടൈൽഡ് മക്കാക്കിനെ കുറിച്ചാണ് ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലയൺ ടൈൽഡ് മക്കാക്ക്. എന്താണെന്ന് നമുക്കറിയാം, സിംഹവാലൻ കുരങ്ങ് അല്ലേ.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഇറ്റ് ഈസ് എൻഡമിക് ടു ദി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്. ഒരു മലയാളി എന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്കിതിന് ഉത്തരം അറിയാം. ഇത് വെസ്റ്റേൺ ഗാർഡ്സിലെ മഴക്കാടുകളിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് ട്രൂ അല്ലേ? Lion-tailed macaques usually live in groups which have an adult female and several adult males. അപ്പൊ ഒരു അഡൾട്ട് ഫീമെയിലും ധാരാളം അഡൾട്ട് മെയിലുകളും കൂടെ ചേരുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ലയൺ ടൈൽഡ് മെക്കാക്സ് സാധാരണ ജീവിക്കുന്നത്. നമുക്കറിയില്ല. സി, ഈ ടൈപ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് നേരത്തെ. പഴയ ഒരു PYQ എടുത്ത് നോക്കുകയാണെങ്കിൽ എലിഫന്റിന്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഈ ഒരു ടൈപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് അറിയത്തില്ല, അത് അവിടെ ഇരിക്കട്ടെ. ഇറ്റ് ഈസ് നോർമലി എ നൊക്ടേണൽ ആനിമൽ. നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ എന്താ? നൈറ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആനിമൽസിനാണ് നമ്മൾ നൊക്ടേണൽ എന്ന് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇറ്റ് ഈസ് നോർമലി എ നൊക്ടേണൽ ആനിമൽ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? നമ്മൾ കണ്ടിട്ടുള്ള ഫോട്ടോകളെല്ലാം എന്താണ്? ലയൺ ടൈൽഡ് മക്കാക്കിന്റെ പകലുള്ള ഫോട്ടോസ്. അതെ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിൽ പോലും പകലെടുത്തിരിക്കുന്നതാ. അതായത് എന്താണ്? ഇത് ഡയൂർണൽ ആയിട്ടുള്ള ആനിമൽ ആണ്. അതായത് പകൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ആനിമൽ ആണ് എന്ത്? ലയൺ ടൈൽഡ് മക്കാക്ക് എന്ന് പറയുന്നത് ഡയൂർണൽ. ഓക്കെ, ഡയർണൽ. അപ്പം നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ രാത്രി ആക്റ്റീവ് ആയിട്ടുള്ളത് അതല്ല. അപ്പം 1ഉം 3യും തെറ്റാണെങ്കിൽ 2 ഒള്ളി എന്നുള്ളത് അല്ല, 1 ശരിയാണ്, 3 തെറ്റ് അല്ലേ? 3 തെറ്റുമ്പോൾ ഇതും ആവില്ല, ഇതും ആവില്ല. 1 ഒള്ളി ആവാം, 1 and 2 ഒള്ളി ആവാം. എന്നാൽ ആൻസർ കിട്ടോ 1 ഒള്ളിയാണ്. കാരണം എന്താ? 2ഉം തെറ്റാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം ഇവിടെ ഒരു അഡൽട്ട് മെയിലും സെവറൽ അഡൽട്ട് ഫീമെയിൽസും അടങ്ങുന്നതാണ് എന്ത്? ഒരു ലയൺ ടൈൽഡ് മക്കാക്കിന്റെ ഗ്രൂപ്പ്. അപ്പൊ ലയൺ ടൈൽഡ് മക്കാക്കിന്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു അഡൽട്ട് മെയിലും ഉണ്ടാവും, കുറെ അഡൽട്ട് ഫീമെയിൽസും, ബാക്കിയുള്ളവയ്ക്ക് ഇമ്മച്ചുർ ആയിട്ടുള്ള മക്കാക്സും ആയിരിക്കും ഗ്രൂപ്പിൽ ഉണ്ടാവുക. ചുരുങ്ങിയ ഒരു 16 മുതൽ 18 വരെയുള്ള മക്കാക്സ് ഒരുമിച്ചിട്ടായിരിക്കും ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ആൻ ഓൾഡ് വേൾഡ് മങ്കി and it is listed as endangered species as per IUCN Red List. So last question ലേക്ക് വരുന്നു. Primarily for which of these factors was nicotinamide mononucleotide in news recently? ഇതിൽ ഏത് കാരണം കൊണ്ടാണ് നിക്കോട്ടിനമൈഡ് മോണോന്യൂക്ലിയോടൈഡ് റീസെന്റ് ന്യൂസിൽ വന്നിട്ടുള്ളത്? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഇത്തരം നമുക്ക് പരിചിതമല്ലാത്ത സയന്റിഫിക് ടേംസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം ഇതിന് ഒരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇന്ന്. ഓക്കെ, ഞാൻ പറയാലോ, ആൻസർ നേരിട്ട് പറയാം. ഇതിനകത്ത് നിന്ന് ഗസ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. സയൻസ് ആൻഡ് ടെക്നോളജി ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് ഇത് സിഗ്നിഫിക്കന്റ് ആവുന്നു. ബിക്കോസ് ഓഫ് ഇറ്റ്സ് യൂസ് ആസ് ആൻ ആന്റി ഏജിങ് ഹെൽത്ത് പ്രൊഡക്റ്റ്. ഒരു ആന്റി ഏജിങ് ഹെൽത്ത് പ്രൊഡക്റ്റ് ആയിട്ട് എന്താ യൂസ് ചെയ്യുന്നു? നിക്കോട്ടിനമൈഡ് മോണോന്യൂക്ലിയോടൈഡ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ പേര് ശ്രദ്ധിച്ചു വെക്കുക, കാരണം ഇത് ഒരു ബഡ്ഡിംഗ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനി ഇതിനെ കുറിച്ച് ധാരാളം ന്യൂസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കോർ സയന്റിഫിക് ടൈമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതൊക്കെ ഇത് നമുക്ക് പറ്റുന്നതല്ല, ഇത് വല്ല ഡോക്ടേഴ്സിനോ റിസർച്ചേഴ്സിനോ ഉള്ളതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ബിക്കോസ് ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ റൈറ്റ് നൗ എന്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് യൂസ്ഡ് ആസ് ആൻ ആന്റി ഏജിങ് ഹെൽത്ത് പ്രൊഡക്റ്റ്. ഏജിങ് പോപ്പുലേഷനുള്ള ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിൽ വളരെ സ്കോപ്പ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ?